ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ താരം ഈ സോയ ചങ്ക്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുത്താലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുഞ്ഞു സോയ ചങ്ക്സ് ആണ്. അപ്പൊ ഇനി കൂടുതൽ സംസാരിച്ച് നമുക്ക് നേരം കളയണ്ട, വേഗം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിലുള്ള മാക്സിമം വെള്ളവും നമ്മൾ പിഴിഞ്ഞ് കളയണം, എന്നാലാണ് വറുത്തെടുക്കുമ്പോൾ അവനൊരു ഉഷാറുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഗരം മസാല, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ പൊടികളുടെ അളവ് കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സോയ ചങ്ക്സ് എടുക്കുന്നോ അതിനനുസരിച്ച് പാകത്തിനുള്ള പൊടികളൊക്കെ എടുക്കുക. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മസാലകളൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു നേരം അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ പതുക്കെ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇതിന് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിടിലൻ റെസിപ്പി ഇവിടെ റെഡിയാവും. പച്ചമുളകും വേപ്പിലയും അതിന്റെ കൂടെ ഇട്ടുകൊണ്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ടേസ്റ്റും ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. തിരിച്ചു മറിച്ചൊക്കെ നന്നായി ഇളക്കി നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കപ്പലണ്ടി പോലെ പറക്കി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാണുന്ന പോലെ തന്നെ ഒരു അടിപൊളി ഡിഷാണ്. ചോറിനൊപ്പം നമുക്ക് വെറുതെ സ്നാക്കായിട്ട് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ഐറ്റാണ്. കുക്ക് ചെയ്യാനായിട്ട് മടിയുള്ളവർക്ക് പോലും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കഴിച്ചിട്ട് എനിക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല. ഉച്ചയൂണിന്റെ സൈഡ് ഡിഷായിട്ടും 4 മണി ചായക്ക് പലഹാരമായിട്ടും നമുക്ക് ഈ ഒരു ഡിഷ് ഉപയോഗിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ആരും മറക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പത്തുള്ളൂ ഗൈസ്, ബൈ.